ഒരുപാട് അമ്മമാർ എന്നോട് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. നിഹാലിന് എപ്പോഴാണ് സ്പീച്ച് വന്നത്, എങ്ങനെയാണ് നിങ്ങളത് കൊണ്ടുവന്നത് എന്നൊക്കെ. നിഹാലിന് 1, 2, 3 വയസ്സിലൊന്നും 2 വയസ്സിലാണ് നമുക്ക് ഏകദേശം മനസ്സിലാകുന്നത്. ഈ അക്ബർ ഖാൻ്റെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് നിഹാലിന് ഹൈപ്പറായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൻ കരയും. പിന്നെ ചുവപ്പിനോടൊരു പ്രത്യേക ഇഷ്ടമായിരുന്നു അവനക്ക്. പിന്നെ ചുവപ്പ് കിട്ടുന്നത് വരെ അവൻ വാശി പിടിക്കുമായിരുന്നു. പിന്നെ എല്ലാത്തിനോടും ഒരു എല്ലാത്തിനോടും ഒരു വാശിയാണ് അവനക്ക്, എല്ലാ സാധനങ്ങളിനോടും. പിന്നെ ഒന്നിനോട് പേടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ആന ഇടന്നെ എങ്ങനെ ഏകദേശം അതേപോലെ ഇരുന്ന് നിഹാലിൻ്റെ ഒരു പ്രകൃതം ഒരു 3 വയസ്സ് വരെയൊക്കെ. അതിന് ശേഷമാണ് നമ്മൾ 4 വയസ്സ് മുതൽ അവൻ്റെ ഉപ്പ നാട്ടിലുണ്ടായിരുന്നൊരു സമയം. ഈ നാട്ടിൽ നിന്ന സമയം ഈ 4, 5, 6, 7 വയസ്സിലാണ് ഞാൻ അവനെത്രയും വളർത്തിയ ഒരു അനുഭവം വെച്ച് പറയുന്നത്. അവന് ഈ സമയങ്ങളിലാണ് ഇങ്ങനെയുള്ള മക്കൾക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സമയം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സമയത്ത് നമ്മൾ ഒരിക്കലും കുട്ടികളെ ഒറ്റയ്ക്ക് നിർത്തരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത്. ആ സമയത്ത് നമുക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകേണ്ട ഒരു സമയമാണ്. അത് അവരുടെ ഉപ്പയായിക്കോട്ടെ, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണോ അവരുടെ ഒപ്പം വേണം അവരെ വളർത്താൻ. അതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അവിടെ പാലക്കാട്ടേക്ക് ഞങ്ങൾ താമസം മാറിയപ്പോൾ നിഹാലിൻ്റെ ജീവിതത്തിൽ വന്ന പുരോഗതി അവിടെ നിന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം 4 വയസ്സിൽ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് മാറിയപ്പോൾ അവിടെ അക്ബർക്ക് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു, എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു, എൻ്റെ ആങ്ങളുണ്ടായിരുന്നു. തൊട്ടടുത്താണെങ്കിലും അവരുടെയൊക്കെ ഒരു ഹെൽപ്പ്, ഒരു സഹായം ഒക്കെ നമുക്കുണ്ടായിരുന്നു. അതൊക്കെ നിഹാലിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് അവൻ്റെ ഉപ്പയാണ്. അപ്പം ഞാൻ അതാ എപ്പോഴും പറയുന്നത്, ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇവരെ നോക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് 4, 5, 6, 7 വയസ്സുകളിൽ ഒറ്റയ്ക്ക് ഇവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകൽ ഒരു ടാസ്ക്കാണ്. അത് നടക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ജീവിതം കൊണ്ട്. പിന്നെ നിഹാലിൻ്റെ ഹൈപ്പർ ടെൻഡൻസി കുറഞ്ഞത് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവർക്ക് നല്ലോണം എക്സസൈസ് വേണം. അതായത് സൈക്കിൾ ചവിട്ടാൻ കൊടുക്കുക, പിന്നെ ഗ്രൗണ്ടിൽ കൂടെ ഓടുക, നടക്കുക. പിന്നെ അതുപോലെ ടയർ, പണ്ടത്തെ കുട്ടികളൊക്കെ ടയർ ചവിട്ടി ഓട്ടൂലേ, അതേപോലെ അവരിനെ ഓട്ടാൻ ശ്രമിക്കുക. പിന്നെ മരത്തിൻ്റെ കൊമ്പിൽ അവനെ തൂക്കുക, ഊഞ്ഞാലാടുന്ന പോലെ തൂക്കുക. അങ്ങനെ പിന്നെ അതുപോലെ ബാക്കിൽ നമ്മൾ ഈ നല്ല കനമുള്ള സാധനങ്ങൾ ഉന്തിക്കുക, പ്രഷറുള്ള എക്സസൈസുകൾ ചെയ്യിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവൻ്റെ ഹൈപ്പർ ടെൻഡൻസി കുറഞ്ഞതായിട്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. നടത്തം ഏറ്റവും വലിയ നല്ലൊരു എക്സസൈസായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ടയർ ഉരുട്ടൽ എക്സസൈസാണ്. അതേപോലെ സൈക്കിള് നമുക്ക് ഏറ്റവും കൂടുതൽ ഐ കോണ്ടാക്റ്റ് തരാൻ ഏറ്റവും ബെസ്റ്റ് എക്സസൈസായിട്ട് നിഹാലിൻ്റെ ജീവിതത്തിൽ ഉപകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണത് നല്ലതായിരിക്കും. എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്ത ഒരു എക്സസൈസായിരുന്നു സൈക്കിള്. പിന്നെ അതുപോലെ നമ്മൾ TV കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ പറയാം അവനെ മഞ്ചാടി കാണിക്കുന്നൊരു സമയം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ മഞ്ചാടി കാണിക്കുമ്പോൾ നമ്മൾ ഊനാലയിൽ അവനെ ഞാൻ ഇരുത്തി കാണിച്ചു തരുന്നത്. ആ സമയങ്ങളിൽ ഈ ഊനാലയിൽ ഇരുത്തുന്ന സമയത്ത് എപ്പോഴും ബെൽറ്റുള്ള ഒരു തരം ഊനാല് വാങ്ങിക്കാൻ കിട്ടിയിരുന്നു. അതായത് പെട്ടെന്ന് ഊനാലയിൽ നിന്ന് ഇറങ്ങി പോകാൻ സാധിക്കില്ല, ബെൽറ്റ് ഇട്ടിട്ട് അവിടെ ഇരുത്തും. അപ്പോൾ ഇവർക്ക് അവിടെ ആദ്യം കുറച്ച് ദിവസമൊക്കെ നല്ല കരച്ചിലുണ്ടാവും. പിന്നെ അത് അതിനോട് അങ്ങോട്ട് സെറ്റായിക്കോളും. അങ്ങനത്തെ ഊനാല് വാങ്ങിക്കാൻ കിട്ടും, ലോക്കിംഗ് ചെയർ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ചെയറുകളിലൊക്കെ ഇരുത്തിയിട്ട് അവരിനെ ശീലിപ്പിക്കണം. അപ്പോൾ കുറച്ചായിട്ട് അവർക്ക് പിന്നെ ഈ ഐ കോണ്ടാക്റ്റ് വന്നു തുടങ്ങും. അതേപോലെ സൈക്കിൾ മുഖ്യമായിട്ട് എനിക്ക് സൈക്കിൾ ചവിട്ടുന്നതിൽ കൂടെ ഐ കോണ്ടാക്റ്റ് ഏറ്റവും കൂടുതൽ കിട്ടിയ ആളാണ് ഞാൻ. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ചെറിയ പാശിയില്ലേ, പാലയുടെ പാശി മുത്തുകൾ ഞരമ്പിൽ കോർക്കുക, ഞരമ്പ് തങ്കൂസ് എന്നൊക്കെ പറയും. അത് വാങ്ങിച്ചിട്ട് അതിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് അവർക്ക് ഏറ്റവും താല്പര്യമുള്ള സമയം എന്താണോ ആ സമയത്ത് ഈ ലോക്കിംഗ് ചെയറിലോ ഊനാലയിലൊക്കെ ഇരുത്തിയിട്ട് ഒരു മുക്കിൽ ചേർത്ത് ഇരുത്തിയിട്ട് ഇവരെ അത് കോർപ്പിക്കാൻ ശ്രമിക്കും തോറും ഇവർക്ക് എത്രയോ കോർപ്പിക്കണോ അതിനനുസരിച്ച് അവർക്ക് ഐ കോണ്ടാക്റ്റ് വരും. എൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിഹാലിന് അങ്ങനത്തെയുള്ള എക്സസൈസുകളാണ് നമ്മൾ കൂടുതൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സംസാരത്തിനെ കുറിച്ചിട്ട് ചിന്തിച്ചാൽ മതി, സ്പീച്ചിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി. ആദ്യം ഇവർക്ക് മെയിൻ കൊണ്ടുവരേണ്ടത് ഐ കോണ്ടാക്റ്റ്, ഹൈപ്പർ കുറക്കാനുള്ള ടെൻഡൻസി, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ ഈ സ്ട്രോ, ബലൂണ്, പിന്നെ വേറൊരു മീറ്റർ ഉണ്ടെന്ന്, ഷാഡോ മീറ്ററോ. ഷാഡോ മീറ്ററൊന്നും അന്നത്തെ കാലത്തൊന്നും ഇല്ല, ഇന്ന് അതൊക്കെ പറയാനായിട്ടുണ്ട്.
അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഊതാൻ കിട്ടണം. ഇവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ഊതാൻ കിട്ടുക. അതുപോലെ ഈ ബലൂണൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വീർപ്പിക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ ഇവർക്ക് സംസാരിക്കാനൊക്കെ പെട്ടെന്ന് കിട്ടും. അങ്ങനെ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ അതിനെ കൂടുതൽ ട്രൈ ചെയ്യിപ്പിച്ചിട്ട് അവർ അതിനോടൊക്കെ ഓക്കെ ആകുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് അർത്ഥം. എനിക്ക് ഏറ്റവും തോന്നിയിരിക്കുന്നത് ബലൂണാണ് ഏറ്റവും മുഖ്യമായിട്ട് തോന്നിയിട്ടുള്ളത്. നിഹാലിന് അതൊക്കെ നമ്മൾ നല്ലോണം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഞങ്ങൾ ചെയ്ത എക്സസൈസുകൾ. ഇനി ബാക്കി എക്സസൈസുകളൊക്കെ അടുത്തതിൽ പറയാം.